Allora, quindi la terapia si deve iniziare quanto prima. Oggi ci sono tante compresse che sono molto buone rispetto a prima che dovevamo fare sempre l'insulina. Adesso ci sono delle compresse che addirittura ci stabilizzano la glicemia. Buona da compressa. Buone compresse. ആദ്യമേ നമുക്ക് ഡയബറ്റിക് തുടങ്ങിയാൽ നമ്മൾ ഗുളികയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഗുളികയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കൺട്രോൾ ആയില്ലെങ്കിലാണ് നമ്മൾ ഇൻസുലിനായിട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ ഗുളികയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മളുടെ ഡയബറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ Allora, il diabete è una malattia cronica che non guarisce. ഡയബറ്റിക് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തീരുന്ന ഒരു രോഗമല്ല. Che ha un impatto psicologico e un impatto economico sul paziente e sulla società. നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കും. നമ്മുടെ ശരീരത്തെയും നമ്മുടെ സാമ്പത്തികത്തെയും. Ma ci sono medici e centri che sostengono la loro malattia. ഒരു വല്ലാത്തൊരു മലത്തിയാണ് ഈ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത്. Allora, io ho fatto questa breve cosa cercando che voi stimolasse anche voi qualche domanda, in modo tale che noi possiamo insieme stare più attenti a questa malattia, perché io ne vedo molti pazienti che hanno glicemie molto elevate. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ Per i diabetici ho fatto un foglio in cui ci sono dei consigli, vedete per esempio tutti i grassi devono essere evitati, assumere occasionalmente pure queste cose qua, vedi? Vediamo tutti i diabetici lo possono prendere. E poi per quelli che soffrono di colesterolo ne ho fatti altri, hai capito? Questi qua, vedi quanti ce ne sono? Quindi chi soffre glielo possiamo dare. Poi abbiamo degli opuscoli qua che ci spiegano quali sono i comportamenti, come possiamo fare per... Ci sono alcune domande, ad esempio. È vero che l'olio di semi, per esempio, è più leggero dell'olio d'oliva? No, olio d'oliva va bene, no? Sì, ma il semi non è che sia meno grasso, meno calorie, hanno le stesse calorie. Che olio da buona? Extravergine. 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 ഓലിയോ എക്സ്ട്രാ വെർജിൻ ഇല്ലേ, അത് പച്ചയ്ക്ക്, അതായത് നമ്മൾ ഇൻസലാത്തയിലൊക്കെ ഇവര് കഴിക്കുന്ന കണ്ടിട്ടില്ലേ ഓലിയോ വെർജിൻ ഒഴിച്ച്. നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു തെറ്റെന്നാണെന്നറിയാമോ? Allora, un attimo solo, dottor, io spiegare la nostra cucinare una nutrizione non va bene. നമ്മൾ ചെയ്യുന്ന ഒരു കുഴപ്പമുണ്ട്. എണ്ണ ചൂടാക്കിയിട്ട് ഇതിൻ്റെ അടുത്ത് കുറേ സവാള നമ്മൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിട്ട് മുരിക്കും അല്ലേ, ചുമന്ന് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ബാക്കി സാധനങ്ങളൊക്കെ കൂടെ ഇട്ടിട്ട് അത് ഏറ്റവും വലിയ തെറ്റാണ്. അത് ചെയ്യാം. ഒരിച്ചിരി എണ്ണ ഇടാത്തി സവാള ഒന്ന് വഴഞ്ഞിട്ട് വരുമ്പോഴേ നമ്മൾ അടുത്ത സാധനങ്ങളിട്ട് ഒരുപാട് മസാലകളില്ലാതെ നമ്മൾ ആഹാരം കഴിച്ച് ശീലിക്കുക. നമ്മുടെ അസുഖങ്ങൾ വരാതിരിക്കാനാണ് കേട്ടോ, നമ്മൾ ഒബീസിറ്റിയിലോട്ട് പോകാനും രോഗങ്ങൾ വരാതിരിക്കാനും. allora, saltare i passi non va bene. Saltare che cosa? Allora, uno deve fare una colazione, uno spuntino, un pranzo, uno spuntino e la cena. നമ്മൾ ഈ കഴിക്കുന്ന ആഹാരക്രമവും തെറ്റാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിട്ട് കഴിക്കും, പിന്നെ നമ്മളൊരു 10 മണിക്ക് കഴിക്കും, പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കും, പിന്നെ നമ്മൾ 4 മണിക്ക് ഒരു ചായ കുടി കഴിക്കും, പിന്നെ നമ്മൾ രാത്രി കഴിക്കും. ഇത് തെറ്റാണ്. അത് സ്പുന്തീനയായിട്ട് അങ്ങനെ ശരീരത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർ കണ്ടിട്ടില്ലേ, രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു പല്ലിനെ കഴിച്ചാൽ വൈകുന്നേരം ഒരു ഭക്ഷണം കഴിക്കണം. അങ്ങനെ നമ്മൾ ക്രമം എടുക്കുക. Allora, se uno sa fare una buona spesa, riesce pure a comprare i cibi più salutari per l'organismo. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മേടിച്ചു കൂട്ടുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെയാണ് കൊല്ലുന്നത്. നമ്മുടെ ശരീരത്തെ നമ്മൾ നോക്കാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. Allora, andare al supermercato al negozio a stomaco pieno è utile. Così non tiene voglia. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇതുവരെ നമ്മൾ വയറ് നിറക്കണമെന്ന് ഓർത്തിട്ട് മാത്രമാണ് അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടത്. Poi portare una lista di prodotti che servono, altrimenti uno vede
പാകപ്പെടുത്തി കഴിക്കുകയും ചെയ്യണം. Non entrare mai in negozio di alimenti se non abbiamo già l'idea di quello che dobbiamo comprare. നമ്മളൊരു കടയിൽ പോയിട്ട് അവർ പറയുന്ന സാധനങ്ങളെല്ലാം മേടിക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ മേടിക്കാവുള്ളൂ. മീൻസ് നമുക്ക് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുന്ന സാധനങ്ങൾ. Fare la spesa con i soldi contabili, così non spende. അപ്പൊ നമുക്ക് പൈസ ലാഭിക്കാം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കത്തുള്ളൂ, നമ്മുടെ ആവശ്യത്തിനുള്ള. E conoscere la caloria dei cibi. A tal proposito qua ci sono le calorie degli alimenti, quindi voi potete vedere quante calorie ci sono. ഇതിന്റെ അകത്ത് നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ കലോറി ഉണ്ട്. ഇപ്പൊ കുറച്ച് പേർക്ക് തന്നില്ലേ, ഇതിന്റെ അകത്ത് നമുക്ക് കഴിക്കേണ്ട എങ്ങനെയൊക്കെ കഴിക്കാനുള്ള കലോറി എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നും ഇതിന്റെ അകത്തുണ്ട്. അത് നോക്കി അനുസരിച്ച് നമ്മൾ ഭക്ഷണത്തെ ക്രമീകരിക്കുക. Allora, utilizzare sempre cibi che devono essere lavorati, non cibi già pronti, che li dobbiamo lavare, pulire, così abbiamo già più tempo per poter pensare a quello che dobbiamo mangiare. നമ്മള് ശരീരത്തിന് നമ്മള് ക്ലീൻ ചെയ്യാൻ കുടിക്കുകയും മെഡിക്കുകയും എല്ലാം ചെയ്യുന്നില്ലേ, നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ വേണം. നമ്മൾ കുളിക്കണം, മുടി കഴുകണം, മറ്റത് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് അകത്തോട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് അനുസരിച്ച് നമ്മൾ കൊടുത്താൽ മതി. Allora, utilizzare sempre tipi di cottura con pochi grassi, al vapore o al forno o scaldati. ഇപ്പൊ പറഞ്ഞ കേട്ടോ, നമ്മള് കഴിക്കുന്ന സാധനങ്ങള് വപോറ, അതായത് സ്റ്റീം ചെയ്ത് കഴിക്കുക. സ്റ്റീം ചെയ്ത് കഴിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. സ്റ്റീം ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ കഴിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറെ എണ്ണയിലും ചിക്കോളയിലും ഒക്കെ കഴിക്കാതെ വേപ്പറോ മറ്റേ ആവി ഇരുത്തി കഴിക്കാം. Allora, ridurre al minimo l'olio e il sale, anche il sale è dannoso della salute. അതായത് ഉപ്പ് നാശമാണ്. ഉപ്പ് ഏറ്റവും കുറച്ച് കഴിക്കാൻ. ഉപ്പ് നമുക്ക് ഉപ്പ് നമ്മൾ തീരെ കുറച്ച് കഴിക്കാനാ പറയുന്നത്. ഉപ്പ് നമുക്ക് ദോഷമാണ് ചെയ്യുന്നത്. Loro è possibile fare ancora più da sale. Sì, chi ha pressione bassa può mangiare. Va bene, pressione basso, അതായത് നമ്മൾ BP കുറഞ്ഞിരിക്കുന്നവർക്ക് ഉപ്പ് ഇച്ചിരി കൂടുതൽ കഴിക്കാം, അല്ലാത്തവരെല്ലാവരും ഉപ്പ് കുറച്ച് കഴിക്കും. Quando prepariamo il cibo evitiamo di assaggiare. നമ്മള് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ കൂടുതലിടാവുള്ളൂ. Cucinare le quantità che noi consumiamo. അത് ഇമ്പോർട്ടന്റ്. നമ്മളാണെങ്കിൽ നമ്മൾ ഒരാളെ ഉണ്ടെങ്കിൽ 2 തവണ ഇട്ടു അല്ലെ, 2 ഗ്ലാസ് ആയിട്ട് നമ്മൾ ഇട്ടു. അത് വേണ്ട, നമുക്ക് എന്തോരം വേണം അത് മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. അത് ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ നേഴ്സിംഗ് ഡയറക്ടർ പറയുമായിരുന്നേ, നിങ്ങളിങ്ങനെ കളത്തിലുണ്ടാക്കി വെച്ചെന്ന് അതും കൊണ്ടൊന്ന് ഒന്ന് തിരുമ്പോൾ ഒന്നെടുത്ത് നമ്മൾ തിന്നും അല്ലേ. ഇച്ചിരി ചോറും കൂടെ എടുത്ത് ഇച്ചിരി കറിയും കൂടെ എടുത്ത് ഇച്ചിരി അങ്ങനെ കഴിക്കരുത്. അതേ ഉണ്ടാക്കാവുള്ളൂ, അതേ കഴിക്കാവുള്ളൂ. ഇപ്പം കുറച്ച് സാധനം എടുക്കുക, ഉണ്ടാക്കാതെ കഴിക്കുക. E cercare di non cucinare quando si ha fame. Sì. Ma si ha molta fame. Vincenzo cucina sempre così. Sì, quando era fame. Vincenzo, sì. Sì, Vincenzo, sì. Buongiorno. Vincenzo, No, buongiorno. sento. Vince! Sì, buongiorno, hai detto? നമുക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ മാത്രമേ കുക്കിംഗ് ചെയ്യാവുള്ളൂ. A tavola mettere le porzioni per ognuno, evitare di mettere i cestini di pane, altrimenti sa chi ne mangia 5 e chi ne mangia 1. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അതും പെറുക്കി നമ്മൾ വയറ് നടക്കും. അങ്ങനെ ചെയ്യരുത്. ഞമ്മളൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നു. Allora, servire il cibo in piccoli piatti, in modo che le quantità sembrano più grandi. Piatti grandi col fondo piccolo. അതായത് വലിയ പാത്രം എടുക്കുക, പക്ഷെ അതിൻ്റെ അകത്ത് വെക്കുന്ന സാധനങ്ങൾ കുറച്ചായിരിക്കണം. നമ്മളത് മതിയെന്ന് നമ്മളെ തന്നെ പറഞ്ഞ് സൈക്കോളജി പഠിപ്പിച്ചിട്ട് അത് മാത്രം കഴിക്കുക. E mettere nel piatto la quantità prescritta per ognuno di noi. Poi evitare di mangiare davanti alla TV, perché sennò pigliamo നമ്മളൊരിക്കലും TV കണ്ടുകൊണ്ടോ മൊബൈൽ കണ്ടുകൊണ്ടോ കഴിക്കാനിരിക്കരുത്. നമ്മൾ അത്
pause e masticare continuamente ci rende più sazi, quindi è importante. പാപ്പനെ മോനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റ് മാസ്റ്റിക്കാൻ, അതായത് നമ്മുടെ ഈ സലൈവയുമായിട്ട് കൂടിച്ചേർന്നാണ് നമ്മൾ ആഹാരം വിഴുങ്ങുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള നമ്മൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക. Consumare verdura cruda o cotta prima del pasto, in modo che ci sentiamo പാപ്പനെ കൂടെ കൊണ്ടുവരണമായിരുന്നു. poco olio. നമ്മൾ ആദ്യം കുച്ചിനേരം ഏത് കഴിക്കും വെറുതൂരിയാണെന്നല്ല, അത് കഴിക്കുമ്പോൾ നമുക്ക് തോന്നും വിശപ്പ് കെട്ടാൻ തോന്നും. പക്ഷെ അത് കുറച്ച് ഉപയോഗിക്കും, അതായത് എണ്ണ കുറച്ച് ഉപയോഗിക്കുക. Allora, evitare di pulire i piatti come fa Vincenzo col pane, facendo la scarpetta. Non fa scarpetta. Scarpetta si chiama in dialetto. നമ്മൾ